സിദ്ധാർത്ഥൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത അത് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നെടുമങ്ങാട് സത്യാഗ്രഹം. മുരളീധരൻ സംസാരിക്കുന്നു. തത്സമയം കാണാം. ഞാൻ സിദ്ധാർത്ഥന്റെ മരണമറിഞ്ഞ് ആ വീട്ടിൽ പോയിരുന്നു. ആ വീട്ടിൽ പോയപ്പോഴാണ് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും എന്തുകൊണ്ട് മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് എനിക്കും ബോധ്യമായത്. കാരണം ആ കുട്ടി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് നമ്മുടെ ഈ കേരളത്തിലെ ഇടത്തരം കുടുംബങ്ങളിലെ മാതാപിതാക്കളുടെ കുട്ടികളുടെ ആശയാഭിലാഷങ്ങൾ മകൻ നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടണം, നല്ല രീതിയിൽ ജീവിതത്തിൽ ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബം. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി പഠിക്കാൻ മിടുക്കനായിരുന്നു എന്ന് മാത്രമല്ല, തനിക്ക് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജോലിയുടെ സാധ്യതകൾ ഉയർന്നു വന്നാൽ തന്നെ ആ ജോലിക്ക് പോകാൻ നിർബന്ധിക്കരുത്, എനിക്ക് കൂടുതൽ പഠിക്കാൻ, ഉപരിപഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ബിരുദാനന്തര ബിരുദ പഠനത്തിനും ഒക്കെയുള്ള താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അതിന് വീട്ടുകാർ അനുവദിക്കണം എന്ന് പറഞ്ഞ് വെറ്റിനറി കോളേജിലേക്ക് പഠിക്കാൻ പോയ ഒരാളാണ് ആ കുട്ടി. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ പോയ, ആ വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ പോയത് കൊണ്ട് സമൂഹത്തിന്റെ പിന്നാക്കങ്ങളിലേക്ക്, പിന്നണിയിലേക്ക് തള്ളിവിടപ്പെട്ട നിരവധി സമുദായങ്ങൾ, അങ്ങനെയുള്ള സമുദായങ്ങളിൽ പെടുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ് സിദ്ധാർത്ഥ് വരുന്നത് എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വാക്കുകൾ എടുത്താൽ, അദ്ദേഹം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനേക്കാളും അദ്ദേഹം ആഗ്രഹിക്കുന്ന, പലപ്പോഴും സൂചിപ്പിക്കാറ് ആസ്പിറേഷണൽ കമ്മ്യൂണിറ്റി എന്നാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യത്തോടു കൂടി വളർന്നു വന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല, അകാലത്തിൽ തല്ലിക്കെടുത്തപ്പെട്ടു എന്നുള്ളതാണ് ശരി. അങ്ങനെ ഒരു സംഭവം നടന്ന് കേരളത്തിന്റെ പൊതുസമൂഹം, ആ പൊതുസമൂഹം അത്തരം പ്രവണതകൾക്കെതിരായിട്ട് ശബ്ദമുയർത്തിയില്ലെങ്കിൽ കേരളത്തിലെ സമൂഹ മനസാക്ഷി മരവിച്ചു എന്ന് നാളെ വിധിയെഴുതപ്പെടും. അങ്ങനെ സമൂഹ മനസാക്ഷി മരവിക്കാത്തവരായിട്ടുള്ള ആളുകൾ, ആ ആളുകൾ കൂടി പങ്കാളികളായിക്കൊണ്ട് ഇന്നിവിടെ ഈ സത്യാഗ്രഹം നടക്കുമ്പോൾ, ഈ സത്യാഗ്രഹം സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടക്കുന്നത്. വസ്തുതകൾ പുറത്തു വരണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ആ ആളുകൾക്ക്, അവർക്ക് ഇനി ആരും അത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നെടുമങ്ങാട് സത്യാഗ്രഹ സമരം തുടക്കം കുറിച്ചിരിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്ന തത്സമയ വിവരങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകർ കണ്ടത്.